നമസ്കാരം. നിഴൽ ഗ്രഹമെന്നും മായാവി ഗ്രഹമെന്നുമെല്ലാമാണ് രാഹുവിനെ അറിയപ്പെടുന്നത്. 15 മാസമാണ് രാഹു ഒരു രാശിയിൽ തുടരുക. നിലവിൽ മീനം രാശിയിലാണ് രാഹു ഉള്ളത്. 2025 പകുതി വരെ രാഹു മീനത്തിലായിരിക്കും. ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം കൂടിയാണ് രാഹു. എന്നാൽ മീനം രാശിയിൽ ആത്മീയത, വിവേകം, പുതിയ ആശയങ്ങൾ എന്നിവയാണ് രാഹു സൂചിപ്പിക്കുന്നത്. മീനത്തിൽ ഭൗതിക മണ്ഡലങ്ങളിലും ആധ്യാത്മിക മണ്ഡലങ്ങളിലും വൈകാരികമായ മണ്ഡലങ്ങളിലും രാഹുവിൻ്റെ സ്വാധീനം അനുഭവപ്പെടുന്നതാകുന്നു. 12 രാശികളിലും ഈ കാലയളവിൽ രാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. എങ്കിലും ചില രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ രാഹു മൂലം വന്നു ചേരുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കാർക്ക് അഥവാ ഈ രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ ഒരു സമയം വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്നോർക്കുക. മിഥുനം രാശിയുടെ കർമ്മഭാവത്തിലാണ് രാഹു സംക്രമണം നടക്കുന്നത്. അതിനാൽ അത്രമേൽ വിശേഷമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കർമ്മ മണ്ഡലങ്ങളിലും ഈ സമയം മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നും വന്നു ചേരാം. സാമ്പത്തിക സ്രോതസ്സുകൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ലാഭത്തിന്റെ സമയമാണ് ഇത്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളർച്ച നേടുക, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം ഇവർക്ക് സാധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ ഉയർച്ചയ്ക്ക് പുറമെ ബിസിനസ് പരമായ നേട്ടങ്ങൾക്കും കൂടാതെ വിദ്യയിൽ ഉയർച്ച, ആഗ്രഹിച്ച ജോലി ലഭിക്കുക, വിദേശത്തും സ്വദേശത്തും അനുകൂലമായ ചില കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടക്കാവുന്നതാണ് അഥവാ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങൾക്കും വ്യക്തമായ പരിഹാരം കണ്ടെത്തുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാകുന്നു. വളരെയധികം നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ രാശിയുടെ 9ാം ഭാവത്തിലാണ് രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ സമയം ഈ കാലയളവിൽ ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ ഇവർക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ധനപരമായും അല്ലാതെയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യം തുടങ്ങി വയ്ക്കുന്നുവോ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം അഥവാ ശുഭകരമായ ഫലങ്ങൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തും. കൂടാതെ പുതിയ ബിസിനസ്, പുതിയ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും ഉചിതമായ സമയം കൂടിയാണ് ഇത്. ഈ സമയം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വിദേശത്തും സ്വദേശത്തും ജോലി, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോലും യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന കാലവിളംബം ഒഴിവായി പോകും എന്ന കാര്യവും ഓർക്കുക. മംഗളകരവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ പങ്കുചേരുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ സമയം ഏതൊരു കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ അഥവാ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിന്റെ രാശിമാറ്റം ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യം ഓർക്കുക. മീനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷണീയമായി തീരും എന്ന കാര്യം ഓർക്കുക. കുടുംബജീവിതം കൂടുതൽ സുഖകരമായി തന്നെ ഭവിക്കുന്നതായ സമയം. വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം സന്തോഷകരമായ കാര്യങ്ങളും സമാധാനപൂർണമായ പല കാര്യങ്ങളും വീട്ടിലെ അംഗങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. വീട്ടുകാരുടെ സന്തോഷം മീനം രാശിക്കാർക്ക് കൂടുതൽ സന്തോഷകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. വീട്ടുകാർക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു നൽകുവാനും സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി, സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം വസ്തുക്കൾ വാങ്ങുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നതായ ബഹുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുന്നതായ സമയം കൂടിയാണ് എന്നോർക്കുക. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും.